ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഒരു തുടർച്ചയായി ചോദിക്കട്ടെ, BJP-യുടെ ഒരു സാധ്യതകളെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് കേരളത്തില്? കേരളത്തിൽ BJP-ക്ക് സീറ്റൊന്നും കിട്ടില്ല, അതിന് സംശയമൊന്നും വേണ്ട. അല്ല, ഞാൻ വെറുതെ പറയല്ല. അല്ല, ഞാൻ വെറുതെ അങ്ങനെയൊന്നും ചിരിക്കണ്ട, വെറുതെ പറയല്ല. നിങ്ങൾ ചിരിച്ചതിൽ ഞാൻ വിഷമിച്ച് പറയല്ല കേട്ടോ. BJP-ക്ക് കേരളത്തിൽ ഒരിക്കലും കിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ തവണയാണ് BJP കേരളത്തിലെ അസംബ്ലിയിൽ ഒരു സീറ്റ് കിട്ടിയത്, ഓർമ്മയുണ്ടോ? നമ്മുടെ നിയമം കിട്ടിയപ്പോൾ BJP ഒരുപാട് അഹങ്കരിച്ച് അവർ പറഞ്ഞു കേരളം നമ്മൾ ഭരിക്കാൻ വേണ്ടി പോവുക. BJP കേരളത്തിലുള്ള ആകെ വോട്ട് എത്രയുണ്ട്? നിങ്ങൾ പത്രക്കാരാണല്ലോ, നിങ്ങൾക്കറിയാലോ. 15% മാക്സിമം വോട്ടാണ് കേരളത്തിലാകെയുള്ളത്. തിരുവനന്തപുരത്ത് BJP-ക്ക് എത്രയുണ്ട്? ആ വോട്ട് നിങ്ങൾ കണക്കാക്കുന്നത് അന്ന് ഒരു പ്രത്യേക സമയത്തിൽ കോൺഗ്രസ് നടത്തിയ ഒരു അഭ്യാസത്തിൻ്റെ ഫലമായി BJP ജയിക്കും, അതുകൊണ്ട് തരൂറിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കിട്ടിയ വോട്ടായത്. മനസ്സിലായില്ലേ? അന്ന് കിട്ടിയതിൻ്റെ വേറെ വോട്ട് കിട്ടിയതിൻ്റെ കാര്യം ഒന്ന്, നമ്മളെ ഇയാളാണല്ലോ മത്സരിച്ചത്, ആര്? നമ്മളെ കുമ്മനം അല്ലേ? അല്ല, അത് കഴിഞ്ഞ നമ്മളെ കുമ്മനാ മത്സരിച്ചത്. അദ്ദേഹത്തിന് കുമ്മനത്തിന് വ്യക്തിപരമായിട്ട് ആളുകളായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മളൊക്കെ വ്യക്തിപരമായി നല്ല ബന്ധമുള്ള കുമ്മനവും ഞാനും കൂടി അവിടെ ആറന്മുള സമരത്തിൽ ഒരുമിച്ച് പോയതാ. അങ്ങനെ നമ്മൾ ഒരുപാട് ബന്ധമുള്ളതാണ്. വ്യക്തിബന്ധങ്ങൾ കുറച്ചുകൂടി ബാധിച്ച് അങ്ങനെ കയറിയ വോട്ട് മാത്രമാണ്. എന്നാൽ ഇപ്പോഴത്തെ പുതിയത് ഞാൻ അദ്ദേഹത്തോട് പറയുക, ഇപ്പോൾ അടുത്ത കാലത്ത് ഈ തിരുവനന്തപുരത്ത് 2 ബൈ ഇലക്ഷൻ നടന്ന്. ഒരു ബൈ ഇലക്ഷൻ ഓർമ്മയുണ്ടോ? ഇവിടെ കോർപ്പറേഷനിൽ 30 വർഷക്കാലമായി BJP സ്ഥിരമായി നിർത്തിയിരുന്ന ഒരു വാർഡ്. അതും വാർഡെന്ന് പറഞ്ഞാൽ BJP 168 വോട്ട് ജയിച്ച വാർഡാണ്. ആ വാർഡ് ഇത്തവണ അവർ പ്രധാനമായും പ്രചരണം എന്താ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയോ ആർക്കെങ്കിലും? ഈ ഗവൺമെൻറ് പെൻഷൻ തരാത്ത ഗവൺമെൻറ് അല്ലേ? കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കാത്തതുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാത്തതെന്നുള്ള വേറെ കാര്യം. പക്ഷെ അത് പ്രചരിപ്പിച്ച് എന്നിട്ട് നമ്മളറിഞ്ഞ വേറെ പല ഏർപ്പാടുകളും നടത്തി. എന്നാലും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ജയിച്ചു വന്നു അവിടെ. എന്തിന്? അവിടെ ഒറ്റശേഖരമംഗലം പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ഇതുപോലൊരു ബൈ ഇലക്ഷൻ നടന്ന്, അതും BJP-ൻ്റെ സീറ്റ്, അവിടെയും ജയിച്ചു വന്ന ഇടതുപക്ഷം. ഒരു കാര്യമാണ്, തിരുവനന്തപുരത്ത് മതനിരപേക്ഷ ജനവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള നാടാണ്. ഇവിടെ ഒരിക്കലും BJP ഈ നാട്ടിൽ ഒരു MP ആയി വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ ധരിക്കേണ്ട. BJP-ക്ക് വരാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല. ഇത്രയും ഗഹനമായ ഒരു ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് മറുപടി തന്നതിന് നമുക്ക് ഓഡിയൻസിൽ നിന്ന് ചോദ്യം ചോദിക്കാം. ഇത് പരമ്പരാഗതമായിട്ട് തിരുവനന്തപുരം, പരമ്പരാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പ് CPI-യുടെ സീറ്റ് അവസാനമായിട്ട് CPI നിന്നും ജയിച്ചത് താങ്കളാണ്. അതിനുശേഷം പിന്നെ CPI-ക്കോ CPM-നോ ഇടതുപക്ഷത്തിനോ പിന്നോക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ 3 പേര് മത്സരിക്കുന്നുണ്ടെങ്കിലും ഒരു പൊതു അഭിപ്രായത്തില് മത്സരം 2 വലിയ ശക്തരായിട്ടുള്ള ശശി തരൂരും ഇതും തമ്മിലാണ് എന്നൊക്കെ ഒരു തോന്നലാണ്. ഇതിനകത്ത് CPI-യുടെയും പാർട്ടി എന്ന നിലയ്ക്ക് ഇപ്പൊ ഈ പ്രചരണം നോക്കുമ്പോൾ പോലും CPM-ന്റെ സാന്നിധ്യം വളരെ കുറവാണ്. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. CPI-യുടെ സീറ്റ് ഇവിടെ തിരിച്ചു പിടിക്കരുത്. അതിത്തവണ അതിനു വേണ്ടിയുള്ള എന്ത് പ്രയത്നമാണ് താങ്കളുടെ ഭാഗത്തു നിന്നും ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? താങ്കൾ പ്രസക്തമായ ചോദ്യമാണ് ഇത്. ഇവിടെ പൊതുവിൽ വരുന്നൊരു പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഒരു കാര്യം ഉറപ്പായി പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചലഞ്ചാണിത്. ആ ചലഞ്ചാണ് ഇവിടെ വന്നിട്ട് നമ്മൾ മത്സരിക്കുന്നത്. സഖാവ് പിണറായി 4 മീറ്റിങ്ങിൽ ഇവിടെ പങ്കെടുത്തു. പ്രചരണം ആരംഭിച്ചിവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിൽ നമ്മുടെ കൂടിയുണ്ട്. CPI-യും CPM-ഉം 2 പാർട്ടിയും ഒരു പാർട്ടി പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. താങ്കളിത് പുറത്ത് കോൺഗ്രസ്സുകാർ പുറത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ കുറച്ച് കഴിയുമ്പം CPI-നെ കാല് വാരും CPM. ആ പ്രചരണത്തിൽ താങ്കളും ചിലപ്പോൾ വിശ്വസിച്ച് പോകുന്ന എനിക്കൊരു സംശയം. ഒരിക്കലുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതൊരു ചലഞ്ചാണ്. കേരളം ഭരിക്കുന്ന മുന്നണിയാണ്. നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാര വർഗത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയത്തിൽ കാണുന്നു എന്ന കാര്യം മറക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നടന്നു ഒരു മീറ്റിംഗ്, ഇവിടെ തിരുവല്ലത്ത് ഒരു മീറ്റിംഗ്. മലയാള മനോരമയിൽ ആ വാർത്ത നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല, വായിച്ച് കാണണം. മീറ്റിംഗ് 4 മണിക്ക് എന്ന് പറയുമ്പോൾ 4 മണിക്ക് കുറച്ചാളേ ഉള്ളൂ. 4:30 മണിയാകുമ്പോഴേക്ക് അത് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തെല്ലാം ആൾ നിൽക്കുക. മുഖ്യമന്ത്രി വരുന്നു. മുഖ്യമന്ത്രി 1 മണിക്കൂർ പ്രസംഗിച്ച്
എന്താ രാഷ്ട്രീയമാണ് നമ്മൾ, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇപ്പം കേരളം. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ന് ഇന്ത്യ സഖ്യത്തിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്കൊരു കേന്ദ്രം എന്ന രീതിയിൽ കുറച്ച് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും മുന്നോട്ട് പോകും. രാഷ്ട്രീയത്തിൽ ഇറക്കും പിന്നെ ഉയർച്ചയും വല്ല സാധാരണയല്ലേ, അത് വരും. പക്ഷേ രാജ്യത്ത് വരുന്ന ബദൽ ശക്തിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നമ്മളെ ഇടതുപക്ഷം. ആ കാര്യം പൂർണ്ണ ബോധ്യമുള്ള പാർട്ടികളാണ് CPM-ഉം CPI-യും മറ്റ് ഇടതുപക്ഷ പാർട്ടികളും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചലഞ്ചായി കാണും. ഇതിൽ വിജയിക്കും. പിന്നെ പറയുന്നത് രണ്ട് കൂട്ടരും പറയുന്നത്, ഒന്ന് 15 വർഷം MP ആയിരുന്ന ആൾ, ഒന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ. കേന്ദ്രമന്ത്രിയായിരുന്ന ആളൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 7 തോളം കാമരാജനെ തോൽപ്പിച്ച് താങ്കൾക്ക് ഓർമ്മയില്ലേ? ആരാ തോൽപ്പിച്ച? ഒരു ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രമാണിത്വമൊന്നും രാഷ്ട്രീയത്തിലില്ലല്ലോ. കേന്ദ്രമന്ത്രിയാണെന്ന് എനിക്കറിയാം. എനിക്ക് വലിയ ബഹുമാനമുള്ള അദ്ദേഹത്തോട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ശശി തരൂർ ഞാൻ സ്ഥിരമായി കാണുന്ന, ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് തിരക്കട്ടെ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം, വ്യക്തിപരമായ ബന്ധത്തിൽ ഒരകൽച്ചയുമില്ല, ഒരിടർച്ചയുമില്ല. രാഷ്ട്രീയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് തുടർന്നുകൊണ്ടിരിക്കും. നാട്ടിൻ്റെ പൊതുപ്രശ്നത്തിൽ വിട്ടുവീഴ്ച ആരോടുമില്ല. ഇവിടെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടും നാടിന് വേണ്ടി. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഭരദ്വാജ് പറഞ്ഞപ്പം ഞാൻ പോയി ചീഫ് ജസ്റ്റിസിനെ കണ്ടതിൻ്റെ കാര്യം അതുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ നാടാണിപ്പോൾ തിരുവനന്തപുരം. ഞാൻ ജനിച്ച കണ്ണൂരാണെങ്കിലും തിരുവനന്തപുരം എൻ്റെ നാട്. വരുമ്പോൾ പലരും പറഞ്ഞു തിരുവനന്തപുരത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം, അവിടുന്ന് നല്ല സ്ഥലമല്ല അതെന്ന്. എന്നാൽ ഇതൊക്കെ വെറും പ്രചരണമാണെന്ന് എനിക്ക് ഇവിടെ വന്ന ബോധ്യമായി. ഇവിടെ വന്നപ്പം ഇവിടുന്ന് പോകേണ്ട ഇവിടെ തന്നെ ജീവിക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ്, അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് തന്നെ ജീവിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ് ഞാൻ ചത്താൽ എൻ്റെ ശവം കണ്ണൂരിൽ പയ്യാമ്പലത്ത് കൊണ്ടുപോകണം. എൻ്റെ അമ്മയെ സംസ്കരിച്ച് അവിടെയാണ്. നമ്മുടെ നേതാക്കന്മാർ സ്വദേശാവിനുൾപ്പെടെയുള്ള എല്ലാ പ്രമാണിമാരും അവിടെയാണ്. ആ കൂട്ടത്തിലാവണമെന്ന് മാത്രമേ മോഹമുള്ളൂ. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട്, ജയിക്കും. കാരണം 7 അസംബ്ലി മണ്ഡലത്തിൽ 6 ജയിച്ച ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് MLA-മാർ എല്ലാവരും ഇന്ന് ഫീൽഡിലുണ്ട്, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല. BJP 3-ാം സ്ഥാനത്തിന് ത്രികോണ മത്സരമല്ല. ഇവിടെ മത്സരം നമ്മൾ UDF തമ്മിലാണ്. അതുകൊണ്ട് ഇവിടെ BJP വരുമെന്ന് ആരും ധരിക്കും വേണ്ട. ഞാൻ ജയിക്കും, ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് തോറ്റുപോയെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പാണ്. തോറ്റുപോയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളെ കൂടി ഉണ്ടാവും ഞാൻ എപ്പോഴും എന്ന് ഉറപ്പിക്കാം. അതായത് ഇന്ത്യയുടെ പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പ്രഭാത് പട്നായിക് പറഞ്ഞത്, ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യയിൽ ഇന്ത്യക്ക് എന്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളത്. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ എല്ലാ കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ഈ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കാൻ ലോകത്തിലെ മുതലാളിത്തം എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സേ പറഞ്ഞതാണ്. കാലത്തിൻ്റെ മാറ്റമാണിത്. പഴയ കാലത്ത് നമ്മൾ കച്ചവടത്തിലെ ലാഭം ഉണ്ടാക്കിയിട്ട് പോവുക. ഇപ്പോൾ ഊഹക്കച്ചവടമായി. അതും കഴിഞ്ഞിപ്പം ഉൽപ്പന്നമില്ലാതെ കച്ചവടമായി. അപ്പം ലോകം മാറിക്കൊണ്ടിരിക്കുക. ആ മാറ്റത്തിനനുസരിച്ച് ടെക്നോളജിയും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ പഴയ രീതിയിൽ നിന്നും ഒരുപാട് മാറി നമ്മൾ പോകണം. ആ മാറ്റം നമ്മളെ ലോകത്തിന് അനിവാര്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റുകൾ തകർന്നൊക്കെ പറയുമ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രധാന ഗവൺമെൻറ് ഞാൻ നിങ്ങളോട് പറയാം, ക്യൂബ എന്ന രാജ്യം അമേരിക്കൻ സാമ്രാജ്യത്തോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യമാണ് ക്യൂബ. അതവിടെ നിൽക്കട്ടെ. ഇടതുപക്ഷം ഇന്ത്യയിൽ എന്താണ് ഇങ്ങനെ വരുന്നതെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ ഒരു പ്രസക്തി ഈ പറയുന്ന പ്രതിരോധ ശക്തികളുടെ പല രീതിയിലുള്ള ബന്ധവും. ഞാനിപ്പം ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നുവോ ഈ തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് എത്ര കാശ് ചെലവഴിക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ലേ? നമുക്ക് ചെലവഴിക്കാവുന്നത് 95 ലക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്ഥാനാർത്ഥി, 85 95. എന്നാൽ ഇലക്ടോറൽ ബോണ്ടിൽ കൂടി ഒരു പാർട്ടി വാങ്ങിയ കാശ് എത്രയാണ്? ഇലക്ടോറൽ ബോണ്ട് ഇതാരെങ്കിലും മനസ്സിന് മുമ്പുണ്ടായിരുന്നു? ഇലക്ടോറൽ ബോണ്ട് ഉണ്ടായിരുന്നോ? ആ ഇലക്ടോറൽ ബോണ്ടിൽ നിന്ന് കാശ് വാങ്ങിയാൽ അത് ചെലവഴിച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ കണക്കിൽ വരില്ലല്ലോ. അപ്പോൾ എവിടെ എത്തി? ചൂഷക ശക്തികൾ പോയി നമ്മുടെ നാടിനെ എങ്ങനെ ഇപ്പോൾ വിടങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇതാ അവസ്ഥ. അപ്പോൾ അവസ്ഥയെ നേരിടാൻ അതിന് പറ്റിയ
ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ലോകത്തിലാകെ ചർച്ച നടത്തുകയാണ്. ആ ചർച്ചേൻ്റെ ഭാഗമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് നമ്മളൊരു ബദൽ ഗവൺമെൻറ് എന്ന രീതിയിലാണ് നമ്മൾ ഈ കേരളത്തിൽ ഇപ്പോൾ ചലഞ്ച്. അതാണ് നമ്മളിപ്പം സുപ്രീം കോടതിയെ പോയി സമീപിക്കുന്നത്. ഭരണഘടനയിൽ കിട്ടാവുന്ന പഴുതുപയോഗിച്ചുകൊണ്ട് അതിനെ നേരിടാൻ, അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനം വേണം, അത് വേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യമുണ്ടെന്നറിയാം. അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ട്. താങ്ക് യു രവിയേട്ട.